Welcome back to Basil's Physics Classroom. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. അതിനകത്ത് കുറേ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് എർത്ത് മാഗ്നറ്റിസം. അപ്പോൾ എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് the earth behaves like a magnet. Earth behaves as if there is a magnet placed there. ഒരു ബാർ മാഗ്നറ്റ് അവിടെ വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ എർത്ത് ബിഹേവ് ചെയ്യും. Okay, suppose ഇതാണ് എന്റെ നോർത്ത് സൗത്ത് പോൾ എന്ന് വിചാരിച്ചു. This is my north pole, this is my south pole. Now ഇവിടെ നമുക്ക് വേറൊരു ബാർ മാഗ്നറ്റ് ഇവിടെ വരയ്ക്കാം. So earth behaves as if there's a bar magnet inside the earth, and this angle will approximately be equal to 17.5 degree ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് എടുക്കാം ഇവിടെ. Okay, and this is actually the direction in which ഒരു freely suspended magnet, നമ്മളൊരു മാഗ്നറ്റ് എടുത്തു, ഒരു ബാർ മാഗ്നറ്റ് എടുത്തു, ഒരു ത്രെഡിൽ കെട്ടി തൂക്കിയിട്ടാൽ it will actually be aligning in the north south direction of the earth. അപ്പൊ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദി എർത്ത് ആണ്. അപ്പൊ ഓർക്കണം, മാഗ്നറ്റിക് നോർത്ത് മാഗ്നറ്റിക് സൗത്ത് ഡയറക്ഷനും ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത് ഡയറക്ഷനും തമ്മിൽ ഒരു ചെറിയൊരു ടിൽറ്റിംഗ് ഉണ്ട്, ചെറിയൊരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. Okay, now ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മുടെ ജോഗ്രഫിക് നോർത്തിന്റെ അവിടെ ഉള്ളത് മാഗ്നറ്റിക് സൗത്ത് ആണ്. ജോഗ്രഫിക് നോർത്തിന്റെ എവിടെയുള്ളത് മാഗ്നറ്റിക് സൗത്ത് ആണ്. അതുകൊണ്ടാണ് ഒരു മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ഈ മാഗ്നറ്റിന്റെ സൗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ഈ മാഗ്നറ്റിന്റെ നോർത്ത് അല്ലേ? സൗത്തിലേക്ക് പോയിന്റ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ആണ്. അതുകൊണ്ടാണ് ഈ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിന്റെ നോർത്ത് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നത്? ഇങ്ങോട്ട്, മാഗ്നറ്റിക് സൗത്തിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് വി പെർസ്യൂം ദാറ്റ് ആസ് ദ നോർത്ത് ഡയറക്ഷൻ, ദ ജോഗ്രഫിക് നോർത്ത് ഡയറക്ഷൻ. അപ്പൊ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ പോയിന്റ് ചെയ്യുന്നത് ജോഗ്രഫിക് നോർത്തിലേക്കാണ്. വൈ? ബിക്കോസ് അവിടെയുള്ളത് ആരാണ്? മാഗ്നറ്റിക് സൗത്ത് ആണ്. അതുപോലെ ഇവിടെ സൗത്ത് പോൾ ആണ്, ഇവിടെ വരുന്നത് മാഗ്നറ്റിക് നോർത്ത് ആണ്. മാഗ്നറ്റിക് നോർത്ത്. The earth behaves as a large bar magnet is placed inside it. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള കോറിലൊക്കെയുള്ള ഹൈ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മോൾട്ടൺ അയൺ ഓർ ഇതിന്റെ മോഷൻ, ഇതിനകത്ത് നമ്മുടെ കോറിന്റെ അവിടെ വരുന്ന മോഷൻ കാരണം ഒരു കറന്റ് ഡെവലപ്പ് ആവും. ഈ കറന്റ് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. Okay, now recent studies have shown that ഈ മാഗ്നറ്റിക് സൗത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് പോൾ ഇത് ഫിക്സ്ഡ് അല്ല, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. Okay, so ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് is about the magnetic elements of earth. അപ്പൊ മൂന്ന് പ്രധാനമായുള്ള എലമെന്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എലമെന്റ് it is about inclination or dip. ഒന്നാമത്തെ എലമെന്റ് എന്ന് പഠിക്കുന്നത് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിക്ലിനേഷൻ. ആൻഡ് മൂന്നാമത് it is about the horizontal component of Earth's magnetic field, BH എന്ന് പറയാം. Horizontal component of Earth's magnetic field. Okay, അപ്പോൾ ചെറിയൊരു സിമ്പിൾ ഫിഗർ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു ടേം കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, അത് കാണാത്തവർ കാണണം. മാഗ്നറ്റിക് മെറിഡിയൻ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ? ആ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദി മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എ ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ അതിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ് ഇറ്റ്സ് അബൌട്ട് ജോഗ്രഫിക് മെറിഡിയൻ. ജോഗ്രഫിക് മെറിഡിയൻ എന്ന് വെച്ചാൽ എർത്തിന്റെ ജോഗ്രഫിക് സൗത്തും ജോഗ്രഫിക് നോർത്തിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിനെയാണ് ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടേംസ്, മാഗ്നറ്റിക് മെറിഡിയൻ, ജോഗ്രഫിക് മെറിഡിയൻ. എന്താണ് ജോഗ്രഫിക് മെറിഡിയൻ? A plane passing through the north and the south pole of the earth. Geographic. Okay, അപ്പൊ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് ഈ വരച്ചിരിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. Okay, now declination എന്ന് പറഞ്ഞാൽ it is actually the angle between the geographic meridian and the magnetic meridian. നമുക്ക് തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. So എന്താണ് declination? The angle between the magnetic meridian and the geographic meridian. Okay, now ഇവിടെ രണ്ട് ടേംസ് കൂടി നമുക്ക് പറയാം. സെയിം മാഗ്നറ്റിക് എലമെന്റ്സ് ആണ്,
അല്ലെങ്കിൽ മാഗ്നറ്റിക് എലമെന്റ്സ് സെയിം ആണ് രണ്ട് സ്ഥലത്തുള്ളതെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് മാപ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് എലമെന്റ്സ്, say for example 2 points have the same value of magnetic declination, നമ്മൾ ആ പോയിന്റ് പറയുന്ന പേരാണ് ഐസോഗോണിക് ലൈൻസ്. എന്താണ് ഐസോഗോണിക് ലൈൻസ്? അപ്പൊ ലൈൻ ജോയിനിങ് 2 points having the same declination നമ്മൾ വിളിക്കുന്ന പേര് ഐസോഗോണിക് ലൈൻസ്. And a point on earth having zero declination നമ്മൾ വിളിക്കുന്ന പേര് agonic. A line joining the points having zero declination നമ്മൾ വിളിക്കുന്ന പേര് agonic. Okay, so isogonic and agonic രണ്ട് ടേംസും ഓർത്തു വെക്കുക. Okay, അടുത്ത ടേം എന്ന് പറയുന്നത് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് ആണ്. റൈറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ ഇറ്റ് അലൈൻസ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. റൈറ്റ്, അപ്പൊ ലെറ്റ് മീ ഡിഫൈൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ ബി എന്നാണ് എടുക്കുന്നത്. ഈ ബിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും, ഒന്ന് ബി എച്ച്, രണ്ട് ബി വി. On the horizontal component of Earth's magnetic field, the BH term here, the horizontal component of Earth's magnetic field, and the net magnetic field B. BV എന്ന് പറയുന്നത് എന്താണ്? Vertical component of magnetic field. ഇവിടെ നമ്മൾ ഒരു ആംഗിൾ ഡിഫൈൻ ചെയ്തു, ഡെൽറ്റ. And this delta is known as dip അല്ലെങ്കിൽ declination. It is the angle between the resultant magnetic field and the horizontal component of magnetic field. It is the angle between the resultant and the horizontal component of the magnetic field. അതിനെയാണ് നമ്മൾ inclination അല്ലെങ്കിൽ dip എന്ന് പറയുന്നത്. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ഇങ്ങനെ എഴുതാം, tan delta will actually be equal to BV by BH. So tan delta is equal to BV by BH. BV is a vertical component. BV എന്ന് പറയുന്നത് B sin delta ആണ്. അതുപോലെ BH എന്ന് പറയുന്നത് will be equal to B cos delta. ക്ലിയർ ആണല്ലോ? സോ രണ്ട് ടേംസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഒന്ന് ഇൻക്ലിനേഷൻ പിന്നെ ഡിക്ലിനേഷൻ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് മെൻഷൻ ചെയ്തു ബി എച്ച്. ബി എച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് ഡെൽറ്റ. ഓക്കെ, അപ്പൊ ഐസോഗോണിക് എഗോണിക് പറഞ്ഞു. ഐസോഗോണിക് ലൈൻ ജോയിനിങ് പ്ലേസസ് ഹാവിങ് ഈക്വൽ ഡിക്ലിനേഷൻ, എഗോണിക് ആണ് സീറോ ഡിക്ലിനേഷൻ. അതുപോലെ മറ്റു രണ്ട് ടേംസ് ഐസോക്ലിനിക് and aclinic. Isoclinic എന്ന് പറഞ്ഞാൽ they are lines joining places having the same dip, places having the same dip or the same inclination. Aclinic എന്ന് പറഞ്ഞാൽ line joining places having zero inclination, line joining places having zero inclination. Okay, and the fifth term is isodynamic. എന്താണ്? Isodynamic. Isodynamic എന്ന് പറഞ്ഞാൽ it is the line joining places having same horizontal component of Earth's magnetic field. And the isodynamic line joining places having the same value of horizontal component of Earth's magnetic field. Okay, ഇത്രയും ക്ലിയർ ആണല്ലോ? So next we are moving on to അടുത്തതായിട്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കണം. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറച്ച് certain പാരാമീറ്റേഴ്സ് പഠിക്കണം. ഓക്കെ, ആ പാരാമീറ്റേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ദാറ്റ് ഇസ് അബൌട്ട് ന്യൂട്രൽ പോയിന്റ്. നൗ ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കണ്ടീഷൻസ് അവിടെ ഓർത്തിരിക്കേണ്ടത്. അവിടെ ഓർത്തിരിക്കാൻ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. നീ, ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് യു ഹാവ് ടു റിമെമ്പർ. നീ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. നീ എന്ന് പറഞ്ഞാൽ ഐഡിയ ഇത്രയേ ഉള്ളൂ. If the north pole of the magnet is facing the geographic north, then the neutral point will be along the equatorial line. But neutral point എന്ന് പറഞ്ഞാൽ it is a point where the magnetic field of the magnet becomes equal to the horizontal component of Earth's magnetic field. അതായത് ആ പോയിന്റില് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആണ്. ആ പോയിന്റിനാണ് നമ്മൾ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നീ എന്നൊരു ടേം ഓർത്ത് വെക്കുക. Magnet in the north pole, when it is facing towards a geographic north, then the null point അല്ലെങ്കിൽ neutral point will be obtained along the equatorial line. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, B is equal to BH, which is equal to equatorial എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ കണ്ടീഷൻ? mu0 by 4 pi m by r square plus l square the whole raised to 3 by 2. ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതല്ല, സപ്പോസ് കണ്ടീഷൻ SNE അല്ലെങ്കിൽ സപ്പോസ് കണ്ടീഷൻ SNE ആണെങ്കിൽ the result is
if the south pole of the magnet is pointing towards a geographic north. ആദ്യം നീ എന്നാണ് കണ്ടീഷൻ പറഞ്ഞത്. നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് is pointing towards a geographic north ആണെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ, അതുപോലെ സൗത്ത് പോൾ is facing the geographic north ആണെങ്കിൽ ഈ അല്ല ഇവിടെ വരേണ്ടത്, പകരം എ ആണ്. it will be along the axial line. So നമുക്ക് ഇങ്ങനെ എഴുതാം, B will be equal to BH will be equal to B axial അല്ലെങ്കിൽ mu0 by 4 pi 2m divided by r square minus l square the whole square. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ഓർക്കുക, നീ എന്ന് ഓർത്താൽ മതി. അപ്പൊ അതായത് കണ്ടീഷൻ യു കൻ ഈസിലി റൈറ്റ് ഇറ്റ്. ഓക്കെ, സോ SNA അല്ലെങ്കിൽ NNE. ഓക്കെ, നൗ നീ എന്ന് ഓർത്താൽ ഇറ്റ് ഈസ് വെരി ഈസി. ഇനി അടുത്തത് മാഗ്നറ്റിക് മെറ്റീരിയൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് മൂന്ന് പാരാമീറ്റേഴ്സ് പറയണം. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. Now intensity of magnetizing field എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് H യൂസ് ചെയ്താണ്. And this is equal to, and H is equal to B by mu. അല്ലെങ്കിൽ എങ്ങനെയും എഴുതാം, B naught by mu naught. That is the intensity of magnetizing field. അതാണ് ഒന്നാമത്തെ പാരാമീറ്റർ. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് വെച്ചാൽ ഏത് ഫീൽഡിലാണോ നമ്മൾ ഒരു മെറ്റീരിയൽ വെക്കുന്നത് ടു ഗീവ് ഇറ്റ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അതിനെയാണ് ആ ഫീൽഡിന്റെ ഇന്റൻസിറ്റി. മനസ്സിലായോ? ഏത് ഫീൽഡിലാണോ നമ്മൾ ഒരു മെറ്റീരിയൽ വെക്കുന്നത് ടു ബ്രിങ് അബൌട്ട് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫോർ ദ മെറ്റീരിയൽ, ആ ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. Now intensity of magnetization is the basic definition എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ represented by I ആണ്, and I is equal to magnetic dipole moment per unit volume. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, M എന്ന് പറയുമ്പോൾ M into L ആണ്. അപ്പൊ നമ്മുടെ 2L വരെ ഞാനിവിടെ L യൂസ് ചെയ്യുന്നേ ഉള്ളൂ, നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ into L, so M by A, that is pole strength by the area. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? I is equal to M by A, അതായത് pole strength by the area, അല്ലെങ്കിൽ എങ്ങനെ പറയാം, it is a magnetic dipole moment per unit volume. Okay, now next point we are moving on to is about susceptibility, magnetic susceptibility. For susceptibility or magnetic susceptibility represented by psi, which is equal to I by H. I എന്തായിരുന്നു? Intensity of magnetization, and H is the intensity of magnetizing field. Okay, now if you represent the total magnetic field B as B naught plus BM, B naught എന്ന് വെച്ചാൽ magnetic field in vacuum and BM is a magnetic field due to the magnetizing field. Okay, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റീപ്ലേസ് ചെയ്യാം. B naught ന് പകരം നമുക്ക് mu0 H plus BM ന് പകരം we can write mu0 I. Okay, or taking mu0 common you get H plus I. ഇവിടുന്ന് H കോമൺ എടുക്കുമ്പോൾ you get mu0 into H. H കോമൺ എടുക്കുമ്പോൾ I by H എന്ന് വരും. What is I by H? Psi, right? So 1 by psi. And now comparing, what do we get is, നമുക്കറിയാം ഈ ജനറൽ എക്സ്പ്രഷനിൽ mu0 mu r into H എന്നാണ് വരുന്നത്. അതായത് we can write mu r is equal to 1 plus psi. ഈ ഇക്വേഷൻ മറന്നുപോകാതെ ഓർത്ത് വെക്കണം കേട്ടോ. Okay, so I hope this much is clear. അപ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സ് ആണ് പറഞ്ഞത്, രണ്ട് മൂന്ന് ടേംസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഇസ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്യുമ്പോൾ ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്, അതിനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന വാക്ക് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, now one more thing that you have to remember here is about the hysteresis curve. Now hysteresis curve എന്ന് പറയുമ്പോൾ when a material is taken through a cycle of magnetization and demagnetization, അതിന്റെ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റൈസേഷനിലൂടെ then ഡീമാഗ്നറ്റൈസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, and the area of the hysteresis loop actually gives you the lows there. ഓക്കെ, അവിടെ വരുന്ന ലോസ് നമുക്ക് തരും the area of the hysteresis curve. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാരിസൺ സ്റ്റഡി ഞാൻ തരാം ബേസ്ഡ് ഓൺ ടു മെറ്റീരിയൽസ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഐ ടെൽ യു വാട്ട് ഇസ് ദ ബേസിക് ഐഡിയ ഹിസ്റ്റെറിസിസ്. അപ്പോൾ നമുക്കൊരു ആക്സിസ് ഇവിടെ വരച്ച് റെപ്രസെന്റ് ചെയ്തു. ആൻഡ് ദിസ് ക്യാൻ ബി I or B. I എന്താന്ന് പറയാം, B എന്താന്ന് പറയാം അല്ലെ, ഇത് H.
നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇനീഷ്യലി ഞാൻ ഒരു മെറ്റീരിയൽ എടുത്തു. ഇതാണ് എന്റെ മെറ്റീരിയൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് മാഗ്നറ്റ് ഒന്നുമല്ല. ദിസ് ഇസ് എ മെറ്റീരിയൽ. ചിലപ്പോൾ സ്റ്റീൽ, സോഫ്റ്റ് അയൺ ആയിരിക്കാം, സ്റ്റീൽ ആയിരിക്കാം. ഓക്കെ, ഐ എം ടേക്കിംഗ് എ മെറ്റീരിയൽ. ഞാൻ ഇവിടെ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു ഈ ഡയറക്ഷനിൽ. ഐ എം അപ്ലൈയിങ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്തോറും വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ഇതിനകത്തുള്ള ഓൾറെഡി ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവന്റെ ഡൊമൈൻസ് ഒന്നും ഒരു ഡയറക്ഷനിൽ അലൈൻഡ് അല്ല എന്നാണ്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടി, ഇവനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലഭിച്ചു. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് പോലെ ഇവന്റെ ഡൊമൈൻസ് എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് അലൈൻഡ് ആവും. വിച്ച് മീൻസ് ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ ഓരോ മോളിക്യൂളിനും ഒരു മാഗ്നറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് അല്ലെ. ഈ ഓരോ മാഗ്നറ്റ് ഡൈപോൾ മൊമെന്റ് ഉള്ളവരും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്തു ഇവനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവും. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഇസ് നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് എത്തി. ആൻഡ് ഒരു മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ്. ഇതിനപ്പുറത്തേക്ക് ഇത് കൂടില്ല. അപ്പൊ ഇത് എന്തായി മാറി? ഒരു മാഗ്നറ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഐ എം ട്രൈങ് ടു ഡീമാഗ്നറ്റൈസ് ഇറ്റ്. അതിനുവേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുന്ന എന്റെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കുറച്ച് കൊണ്ടുവരും. പക്ഷേ വാട്ട് വി ഹാവ് ഒബ്സർവ് ഇസ് ദാറ്റ് ഇത് കുറച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ when H becomes 0, it is observed that magnetizing field നമ്മൾ അവിടെ റിമൂവ് ചെയ്താലും he still has some magnetic property. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് residual magnetism. റെസിഡ്യുവൽ മാഗ്നറ്റിസം. മറ്റൊരു പേര് റിറ്റൻറ്റിവിറ്റി എന്നും പറയും. എന്തൊക്കെയാണ്? ഏത് വി കോൾ ഇറ്റ് റെസിഡ്യുവൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ റിറ്റൻറ്റിവിറ്റി എന്ന് പറയും ആ പേര്. ഓക്കെ, അപ്പൊ ഇറ്റ് ഹാസ് സ്റ്റിൽ ഗോട്ട് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലെഫ്റ്റ്. അപ്പൊ ഇനി നമുക്ക് ഇത് 0 ആക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? അത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. നൗ വി അപ്ലൈയിങ് എ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് ഇവന്റെ മാഗ്നറ്റിക് ബിഹേവിയർ കുറയും, ഡൊമൈൻസ് ഒക്കെ ഫ്ലിപ്പ് ആവും, ഇവന്റെ ബിഹേവിയർ കുറഞ്ഞ് the magnetic field becomes 0. Okay, and this value, the reverse magnetizing field that has to be applied, the value of the reverse magnetizing field that has to be applied to make the magnetic field due to this material 0. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് coercivity. എന്താണ്? Coercivity. ഓക്കെ, now ഇനി എന്ത് ചെയ്യും? ഇനിയും റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കൂട്ടി കൊണ്ടുവരും തോറും എന്ത് പറ്റും? ദിസ് ഡൊമൈൻസ് എല്ലാം ഈ ഡയറക്ഷനിൽ ഫ്ലിപ്പ് ആവും. ആൻഡ് അഗൈൻ ഇറ്റ് ഹാസ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അവന് പിന്നെയും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇനിയും ഈ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കുറച്ച് കൊണ്ടുവരും. മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ കുറച്ച് കൊണ്ടുവന്നു. ഓക്കെ, പിന്നെയും ഇവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. ഇത് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു റിവേഴ്സ് ഫീൽഡ് അഗൈൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം അവിടെ നിന്ന് അപ്ലൈ ചെയ്തു, മാഗ്നറ്റ് ആയി അല്ലെ. ഇത് റിമൂവ് ചെയ്തു, 0 ആയോ? ഇല്ല. റിവേഴ്സ് ഫീൽഡ് അപ്ലൈ ചെയ്തു, 0 ആക്കി. കോയേഴ്സിവിറ്റി. റിവേഴ്സ് ഫീൽഡ് വാല്യൂ കൂട്ടിക്കൊടുത്തു, ഐ എം ഇൻക്രീസിംഗ് ദ വാല്യൂ, അഗൈൻ മാഗ്നറ്റ് ആയി. ഇനിയും ഈ ഇവിടെ നിന്നുള്ള ഫീൽഡ് കുറച്ചു, 0 ആക്കി. 0 ആയോ? ഇല്ല. റിവേഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ വാല്യൂ അഗൈൻ 0 ആയി. Each process goes on and on and on and on. And what is observed is that ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സൈക്കിൾ ഇറ്റ് is actually happening like this. It is actually moving in a cycle like this. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ the cycle of magnetization and demagnetization കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. Understood? അപ്പൊ it is having some magnetic property. ആ മെറ്റീരിയൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറയും, because it is able to retain. അത് കളയാൻ പറ്റും by applying a reverse magnetic field. അതിനെ എന്ത് വിളിക്കും? Coercivity എന്ന് പറയും. Okay, I hope the concept is clear for you. Okay, now ഇപ്പൊ സ്ക്രീനിൽ ഞാൻ 2 ടേംസ് കമ്പയർ ചെയ്യാൻ പോവാണ്. and 2 materials I'm comparing here. So on the screen I'm comparing a soft iron and a steel. It's important and it is a previous year question. So now, first point നോക്കാം. Soft iron, the area of the hysteresis loop is less. Low energy loss. Very important point. Area of the hysteresis loop കുറവാണെങ്കിൽ അവിടെ എനർജി ലോസ് കുറവായിരിക്കും. സോ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. 2 കർവ് വരും, ഡിഫറെന്റ് ഷേപ്പ് ഉള്ള കർവ് വരും. അപ്പൊ ഏതിനാണ് ഏരിയ കുറവെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഏരിയ കുറവ് ഏതാണോ that will be a soft iron.
മനസ്സിലായോ? അപ്പൊ ഏരിയ ഏതാണ് കുറവെന്ന് നോക്കണം. ആ കുറവുള്ളത് ഏതായിരിക്കും? സോഫ്റ്റ് അയോൺ ആയിരിക്കും, റൈറ്റ്? ആൻഡ് സ്റ്റീലിനെ നോക്കാം. ദ ഏരിയ ഓഫ് ദ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഇസ് ലാർജ്, ഹൈ എനർജി ലോസ്. ഓക്കെ, അപ്പൊ ലാർജ് ആണെങ്കിൽ ഏരിയ ഓഫ് ദ ഹിസ്റ്റെറിസിസ് ലൂപ്പ് ലാർജ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ സ്റ്റീൽ. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, ലെസ് റിറ്റൻറ്റിവിറ്റി ആൻഡ് കോയസീവ് ഫോഴ്സ്. ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ സ്റ്റീൽ ആണെങ്കിൽ മോർ റിറ്റൻറ്റിവിറ്റി, യു നോ വാട്ട് ഇസ് റിറ്റൻറ്റിവിറ്റി, ആൻഡ് കോയസീവ് ഫോഴ്സ്. Soft iron magnetic permeability is high, and for steel magnetic permeability is less. And again, I and psi are both high, and the other one I and psi are both low. Okay, I are low. Okay. Now, next property, it can be magnetized and demagnetized easily. Magnetization and demagnetization is not easy. Okay, examples under examples of orthogiga. Again, it appeared as a previous year question. Example എന്താണെന്നല്ല ചോദിച്ചത്. ഒരു മെറ്റീരിയലിനെ ഒരു സേ ഫോർ എക്സാമ്പിൾ അവരൊരു ട്രാൻസ്ഫോമർ എന്ന് പറയും. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ട് ആ കേർവ് തരും ഹിസ്റ്റെറിസിസ് ലോസിന്റെ. അപ്പൊ ഏരിയ നമുക്കറിയാം, ഏരിയ കുറവ് ആർക്കാണോ അവിടെ ലോ എനർജി ലോസ് ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരുന്നു ഏരിയ കുറവ്? ഇറ്റ് ഇസ് ഫോർ എ സോഫ്റ്റ് അയൺ, അല്ലെ? അപ്പൊ അവര് പറയും ട്രാൻസ്ഫോമർ ആണ്. ഇതിലേതാണ് രണ്ട് ലൂപ്പ് വന്നിട്ട് ഇതിലേതാണ് ട്രാൻസ്ഫോമറിന്റെ ഹിസ്റ്റെറിസിസ് കർവ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾ അറിയാമെങ്കിലേ പറ്റുള്ളൂ. ട്രാൻസ്ഫോമറിന്റെ ഹിസ്റ്റെറിസിസ് കർവ് ചെറുതായിരിക്കും. യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ്. അപ്പൊ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ യൂസ്ഡ് ഇൻ ഡൈനാമോ, ട്രാൻസ്ഫോമർ, ഇലക്ട്രോമാഗ്നറ്റ്, ടേപ്പ് റെക്കോർഡർ ആൻഡ് ടേപ്സ് എക്സെട്ര. That is one used for making permanent magnets, either steel. Okay, so do learn this comparison. Okay, so comparison ഓർത്ത് വെക്കണം, because that is very important. പരീക്ഷയ്ക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് previously. For NEET entrance examination, KEAM entrance examination, you can expect a question from that. Okay, but hysteresis lupus very important. Clear? I hope the topic hysteresis curve is clear. I repeat, it is very, very important. Make sure you learn that. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ദി ലാസ്റ്റ് ടോപ്പിക് ഫോർ ദി ചാപ്റ്റർ. 3 മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഒന്നാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് we are going to take a ferromagnetic material. രണ്ടാമത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. മൂന്നാമത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഈ ഓർഡറിലാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോകുന്നത്. റീസൺ പറയാം. ഒരു പർട്ടിക്കുലർ വാല്യൂ ഇതിന് ഹൈ ആണെങ്കിൽ ഇതിന് ലോ, ഇതിന് ഇറ്റ് ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണ് ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, we can look at the screen and I'm going to explain the properties one by one. Okay, the first property state ആണ് ഓരോ മെറ്റീരിയലിന്റെ. ഇപ്പൊ ഫെറോമാഗ്നറ്റിക് they are solid generally. അതുപോലെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആകാം. Diamagnetic they can be solid, liquid or gas. അത് ഓർത്ത് വെക്കുക, സ്റ്റേറ്റ്. That point is not that much important. Effect of magnet important. Strongly attracted by a magnet, weakly attracted by a magnet, weakly repelled by a magnet. ഞാൻ പറഞ്ഞില്ലേ തിരിയുന്ന തേർഡ് പോയിന്റ് അതാണ്. ആദ്യം strongly attracted by a magnet ആണ്. The other one is weakly attracted by a magnet. Third one is weakly repelled by a magnet. Okay, properties അങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. Then behavior under non-uniform field. First one, ferro ആണെങ്കിൽ it tends to move from low to high field region. And para ആണെങ്കിൽ tend to move from low to high field region. And diamagnetic ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോ tend to move from high to low field region. Okay, ഇനി അടുത്ത പ്രോപ്പർട്ടി, effect of temperature. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. Above Curie's temperature it becomes a paramagnetic material. അപ്പോൾ ഒരു Curie's temperature ഒരു ടെമ്പറേച്ചർ ഉണ്ട്. Above the Curie's temperature it will become a paramagnetic material. Okay, it becomes a paramagnetic material. Next point, with rise of temperature it becomes a diamagnetic. അപ്പോ what is happening? ഒരു ferromagnetic material Curie's temperature മുകളിൽ അത് paramagnetic material diamagnet ആവുന്നു. And third point, no effect. That is, a diamagnetic material is not affected by temperature. Okay. അടുത്ത point, permeability. Permeability is very high for the first one. Second one, a little greater than unity. അടുത്തതിന് little less than unity. Okay. Or നമുക്ക് ഇങ്ങനെ പറയാം, first one very high, mu is very much greater than 1. The other one, mu is greater than 1. The other one, mu is less than 1. അടുത്ത property, susceptibility. First one very high and positive, അടുത്തതിന് little greater than unity and positive, അടുത്തതിന് little less than unity and negative. ഓർത്ത് വെക്കുക. And the examples, iron, nickel, cobalt, lithium,
tantalum, magnesium, third one copper, silver, gold. Examples very important. Okay, so I hope the difference between the three materials are clear for you. This table ingane thanne by heart padichu vekkanam. And remember that ആദ്യത്തെ ഒരു കോളം പഠിച്ചാൽ തന്നെ ബാക്കി രണ്ട് കോളംസും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. Right? So try to learn the table, then only you'll be able to write the questions that come from this region. Okay, but I hope this much is clear for you. We have portions complete. We have discussed all the important topics to be discussed in magnetism and matter. So in case you have any doubts, please feel free to comment below. So thank you for watching Basic Physics Classroom, and do subscribe to the channel. Thank you.